Okay, so ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടല്ലോ BGMI ഫസ്റ്റ് ലുക്കും പിന്നെ ഹൗ ടു ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ ആ വീഡിയോന് നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത്. ഇപ്പം ക്ലോസ് ടു 2 lakh വ്യൂസ് ആകാൻ പോവുകയാണ്. സോ താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ ഫോർ ദ റെസ്പോൺസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഡൗട്ട്സ് ആണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. കാരണം ആ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സ് ഞാൻ കയറി നോക്കിയപ്പോൾ ഒരുപാട് പോലെ ഡൗട്ട്സും സംശയങ്ങളും എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് സംശയങ്ങളുണ്ട്, ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. കാരണം ഇത് എല്ലാവർക്കും കിട്ടിയിട്ടില്ല. സോ കിട്ടാത്തവർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ മാക്സിമം ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ നോക്കാം. സോ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സും എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. മെയിൻ സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, എന്നാണ് ലോഞ്ച് ഡേറ്റ്, പോപ്പുലാരിറ്റി തിരിച്ച് കിട്ടുന്നുണ്ടോ, എങ്ങനെയാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അതായത് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് BGMI അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഒരുപാട് പേർക്ക് എറർ കിട്ടുന്നുണ്ട്. സോ APK ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ എറർ വരുന്നുണ്ട്. പാർസിംഗ് എറർ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ പഴയ ഫ്രെയിംസും പിന്നെ അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. ഫ്രെയിംസും ടൈറ്റിൽസ് ഒക്കെ തിരിച്ച് കിട്ടുന്നുണ്ടോ, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഡൗട്ട്സ് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. സോ അതെല്ലാം ഡൗട്ട്സിന് വേണ്ടിയുള്ള മറുപടി ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് ചോദ്യമാണ്, ക്രോസ് മാച്ചിങ് നടക്കുന്നുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ BGMI എന്ന ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ മറ്റ് ആപ്പുകളുമായിട്ട്, ഫോർ എക്സാമ്പിൾ ഗ്ലോബൽ കളിക്കുന്ന ആളുകളുമായിട്ടും അല്ലെങ്കിൽ കൊറിയൻ, തൈവാൻ അങ്ങനെ ഉള്ളവരുമായിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുമോ? ഈ ഒരു ചോദ്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആൻസർ ആണ്, ഇപ്പം പറ്റില്ല. സോ ഇപ്പം പറ്റുന്നില്ല. ഇപ്പോൾ എനിക്ക് കുറേ അക്കൗണ്ട്സ് ഒക്കെ ഉണ്ട്, എല്ലാ ആപ്പിലും അക്കൗണ്ട്സ് ഉണ്ട്. സോ അതൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു. സോ BGMIയിൽ കയറിയിട്ട് കൊറിയൻ്റെ നമ്പർ, കൊറിയൻ ID ഇട്ട് സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു, തൈവാനിൽ സെർച്ച് ചെയ്ത് നോക്കി, അങ്ങനെ ഒന്നും ഗ്ലോബൽ സെർച്ച് ചെയ്ത് നോക്കി, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ നമുക്ക് ഗ്ലോബലുമായിട്ട് അല്ലെങ്കിൽ കൊറിയൻ, തൈവാനീസ് വേറെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ, PUBG ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കളിക്കാൻ കഴിയില്ല. സോ ഫോർ നൗ ഓൺലി വിത്ത് BGMI പ്ലെയേഴ്സ്. സോ ഓട്ടോ മാച്ചിങ് വഴി BGMI പ്ലെയേഴ്സ് മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ ബോട്ട്സ് ആയിരിക്കും. ഓക്കെ, സോ ഫോർ നൗ ദാറ്റ് ഈസ് ദെയർ. ഡേറ്റ ട്രാൻസ്ഫർ അല്ലെങ്കിൽ അക്കൗണ്ട് മൈഗ്രേഷൻ ചൊല്ലി ഒരുപാട് പേരുടെ മനസ്സിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? സ്പെഷ്യലി ഗൂഗിൾ പ്ലേ ഗെയിംസ് ഉള്ള അക്കൗണ്ട് ഉള്ളവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. കാരണം ഞാൻ നോക്കിയപ്പോൾ അത് കണ്ടില്ല. സോ നമുക്ക് ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പം ഏത് അക്കൗണ്ട് വെച്ച് വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം, നോ ഇഷ്യൂസ്. ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പം എങ്ങനെ വേണമെങ്കിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. പിന്നീട് അവർ ചോദിക്കും, ഞാൻ എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽ കാണിച്ചു തന്നില്ലായിരുന്നു, പക്ഷേ പ്രോസസ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി നമുക്ക് ഏത് അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാം. ബാക്കി ക്യാരക്ടറൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ അവർ ചോദിക്കും, എന്തെങ്കിലും അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ആഗ്രഹമുണ്ടോ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഗ്ലോബൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഓൺലി ഗ്ലോബൽ. ഓക്കെ, KR ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. സോ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം, KR പറ്റില്ല, ഓൺലി ഗ്ലോബൽ. നിങ്ങൾ യെസ് ക്ലിക്ക് ചെയ്താൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ട്വിറ്റർ വഴി ചെയ്യാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി ചെയ്യാം. ഇതുവരെ ഗൂഗിൾ പ്ലേ സർവീസിൻ്റെ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ അത് വന്നിട്ടില്ല. സോ അക്കാര്യം ഓർക്കണം. ഗൂഗിൾ അക്കൗണ്ട് ആണെങ്കിൽ ചെയ്യാൻ കഴിയില്ല. വേറൊരു വഴിയുണ്ട് ചെയ്യാൻ വേണ്ടി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ മൈഗ്രേഷൻ ചെയ്തതിന് മുമ്പ് ഗ്ലോബൽ അക്കൗണ്ട്, സോ PUBGയുടെ ഗ്ലോബൽ അക്കൗണ്ട് കയറിയിട്ട് അവിടെ മറ്റൊരു ആപ്ലിക്കേഷനുമായിട്ട് ലിങ്ക് ചെയ്യുക. സോ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ലിങ്ക് ഇപ്പം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ മാത്രമാണെങ്കിൽ സെറ്റിംഗ്സിൽ കയറിയിട്ട് അവിടെ നമുക്ക് 2 പ്ലാറ്റ്ഫോമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. സോ ഗൂഗിൾ പ്ലേ സ്റ്റോർ പ്ലസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ ട്വിറ്റർ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി ലിങ്ക് ചെയ്താൽ മതി. ഈ ലിങ്കിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയാൽ നിങ്ങളുടെ 2 അക്കൗണ്ട് ലിങ്ക് ആവും. സോ ട്വിറ്റർ പ്ലസ് ഗൂഗിൾ പ്ലേ സർവീസസ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ BGMIയിൽ കയറിയിട്ട് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മിക്കവാറും ഗൂഗിൾ പ്ലേ സർവീസിൻ്റെ ഓപ്ഷനും വരും. ഇപ്പോൾ ടെമ്പറലി ഇതൊരു ഏർലി ആക്സസ് സംഭവമല്ലേ, സോ അതുകൊണ്ട് തന്നെ വരാത്തതായിരിക്കും. അത് വരും. പക്ഷേ ഇപ്പം തന്നെ നിങ്ങൾക്ക് അർജൻറ്റ്ലി അത് എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ സംഭവം ചെയ്താൽ മതി. നിങ്ങളുടെ അക്കൗണ്ട് ഓൾറെഡി ട്വിറ്ററും ഫേസ്ബുക്കുമായിട്ട് ലിങ്ക്ഡ് ആണെങ്കിൽ അവരൊരു ഓപ്ഷൻ കാണിക്കും, നിങ്ങളുടെ ഏത് അക്കൗണ്ടാണ് ലിങ്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ട്വിറ്റർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ട്വിറ്ററിൽ ലോഗിൻ ID ചോദിക്കും, ലോഗിൻ ID പാസ്വേഡ് ചോദിക്കും. നിങ്ങൾ ആ ഒരു പഴയ ഗ്ലോബൽ അക്കൗണ്ടിൽ ലോഗിൻ ID പാസ്വേഡ് ഇട്ട് കൊടുത്താൽ നിങ്ങളുടെ എല്ലാ സംഭവങ്ങളും ഈ BGMIയിലേക്ക് ഷിഫ്റ്റ് ആവും. ഈ ഡേറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു മൈഗ്രേഷൻ്റെ പ്രോസസ്സിൻ്റെ ലാസ്റ്റ് ഡേറ്റ് December 31st ആണ്. അതായത് ഈ വർഷം 31-ാം തീയതി വരെ ഉള്ളൂ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. സോ നിങ്ങളുടെ സമയമുണ്ട്, പേടിക്കേണ്ട, ഒരുപാട് സമയമുണ്ട് ബാക്കി. Battlegrounds മൊബൈൽ ഇന്ത്യയിൽ ഏതൊക്കെ മാപ്സ് ആണ് വരുന്നത്? എല്ലാ മാപ്സും ഉണ്ട്. ഒരുപാട് പേര് വിക്കൻഡിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. വിക്കൻഡി ഗ്ലോബലിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, മാറ്റിയിട്ട് കുറച്ചായെന്ന് തോന്നുന്നു. അത് മാറ്റിയിട്ടാണ് കെറാക്കിൻ വന്നത്. സോ വിക്കൻഡി എന്തായാലും വരുന്നില്ല, ബാക്കി എല്ലാ മാപ്സും വരുന്നുണ്ട്. സോ ഇറാങ്കിൾ, സാനോക്ക്, മിർമാർ, നമ്മുടെ ലിവിക്ക്, പിന്നെ കെറാക്കിൻ, എല്ലാ മാപ്സും വരുന്നുണ്ട്. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒരു പേടി വേണ്ട. ആക്ച്വലി ബേസിക്കലി
ഇത് ഗ്ലോബൽ ആപ്പ് തന്നെയാണ്, അതിൽ ചെറിയ മാറ്റങ്ങൾ അവിടെ ഇവിടെ വരുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡൗട്ട്സ് ആണ്. ഇതാണ് ബേസിക്കലി UC/RP സീസണിനെ കുറിച്ചൊക്കെയുള്ള ഡൗട്ട്സ് ആണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. മെയിൻ ചോദ്യങ്ങളാണ് UC തിരിച്ച് കിട്ടുന്നുണ്ടോ? യെസ്, എല്ലാം UC കിട്ടുന്നുണ്ട്. സോ നിങ്ങളുടെ അക്കൗണ്ടിൽ മുമ്പ് എന്തെങ്കിലും UC ഉണ്ടായിരുന്നെങ്കിൽ കംപ്ലീറ്റ് അതെല്ലാം UC ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ഈവൻ RPയും ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഈ 19th സീസണിൽ വാങ്ങിച്ച RP ഉണ്ടെങ്കിൽ അതും ട്രാൻസ്ഫർ ആവുന്നുണ്ട്. സോ അത് പേടിക്കേണ്ട ആവശ്യമില്ല. ആ പോയിന്റ് ഓഫ് വ്യൂ പേടിക്കേണ്ട. RP ഇവിടെയും കാണിക്കും, നിങ്ങളുടെ ഡ്രസ്സ് എല്ലാ സംഭവങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. നോ ഇഷ്യൂസ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ UC ആഡ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനും പ്രൊവിഷൻ ഉണ്ട്. സോ UC മേടിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ UC വില കൂടുതലാണ്. നമ്മുടെ ഗ്ലോബലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വില കൂടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെയും വില കൂടിയിട്ടുണ്ട്. സോ പെട്രോൾ മാത്രമല്ല, UCക്കും പ്രൈസ് കൂടിയിട്ടുണ്ട്. പണ്ട് 600 സംതിങ് UCക്ക് 735 റുപ്പീസ് എങ്ങാണ്ടായിരുന്നു, 790 രൂപയായിരുന്നു. പക്ഷേ ഇപ്പം അത് കൂടിയിട്ട് 900 രൂപ ആയിട്ടുണ്ട് കേട്ടോ. സോ 899 റുപ്പീസാണ് ഇപ്പോഴത്തെ പ്രൈസ്. നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും, ഒരുപാട് സ്ട്രീമേഴ്സ് ലൈവിൽ അവർ RP എല്ലാം 100 ആക്കിയിട്ടുണ്ട്. സോ എന്തായാലും UC മേടിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു റൂമർ വന്നിട്ടുണ്ട്. അവർ പറയുന്നതനുസരിച്ച് ഇത് സീസൺ 19 ആണല്ലോ, നെക്സ്റ്റ് സീസൺ മിക്കവാറും സീസൺ 1 ആയിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. റൂമറാണ്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നത് ഷെയർ ചെയ്താണ്. ചിലപ്പം അത് തെറ്റായിരിക്കും. പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് റീനെയിം ചെയ്യാൻ പറ്റുമോ എന്ന്. കാരണം ഒരുപാട് പേര് റീനെയിം കാർഡൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. പക്ഷേ റീനെയിം ചെയ്യാൻ പറ്റും. സോ എൻ്റെ ഇപ്പം അക്കൗണ്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 റീനെയിം കാർഡ് ഉണ്ട്. കാരണം എനിക്ക് ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു. സോ എനിക്ക് പുതിയ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. സോ റീനെയിം കാർഡ് ഉണ്ട്. സോ പുതിയ ക്ലാനോ പുതിയ പേര് വെച്ച് നിങ്ങൾക്ക് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഗുഡ്. നമ്മളിൽ ഒരുപാട് പേര് പോപ്പുലാരിറ്റിയിൽ ഭയങ്കര ഫോക്കസ് ചെയ്യുന്നുണ്ടല്ലേ. പക്ഷേ അവർക്ക് വേണ്ടി ചെറിയൊരു സാഡ് ന്യൂസ് ആണ്. പോപ്പുലാരിറ്റി റീസെറ്റ് ആയിട്ടുണ്ട്. സോ പോപ്പുലാരിറ്റി 0 ആണ്. അതൊന്നോട് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കേണ്ടിയിരിക്കുന്നു. പോപ്പുലാരിറ്റി അവർ 0 ആക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കാരണം ലിങ്ക് കട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും, പഴയ ആക്ടിവിറ്റിയുമായിട്ട് ലിങ്ക് കട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പോപ്പുലാരിറ്റി വരുന്നില്ല. നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ പോപ്പുലാരിറ്റി 0 ആണ്. പക്ഷേ നമ്മൾ ഗ്ലോബൽ അക്കൗണ്ടിൽ അധ്വാനിച്ചുണ്ടാക്കിയ ടൈറ്റിൽസും ഫ്രെയിംസ് ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എല്ലാം വരുന്നുണ്ട്. സോ ഒരു പേടിയും വേണ്ട. ഫോർ എക്സാമ്പിൾ ഓവർ അച്ചീവർ, പാസിഫിസ്റ്റ്, അങ്ങനെ കുറേ ടൈറ്റിൽസ് ഉണ്ടല്ലോ, അതെല്ലാം വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കോൺഗറർ ഫ്രെയിം ഉണ്ടെങ്കിൽ ഏസ് ഫ്രെയിം, അത് അങ്ങനത്തെ ഫ്രെയിംസും വരുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഫ്രെയിംസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതും വരുന്നുണ്ട്. ഓക്കെ, സോ ഫ്രെയിംസും ടൈറ്റിൽസും വരുന്നുണ്ട്, പേടിക്കേണ്ട. പക്ഷേ ക്ലാൻ പോയിട്ടുണ്ട്. സോ ഒരൊറ്റ ക്ലാൻ പോലും ഇല്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാൻ ഉണ്ടാക്കാം. ഓക്കെ, സോ പഴയ ക്ലാൻ എല്ലാം പോയിട്ടുണ്ട്. സോ നിങ്ങളുടെ കയ്യിൽ ലെവൽ 10 ക്ലാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം പോയിട്ടുണ്ട്. സോ നോ ക്ലാൻസ്, ഒന്നുകൂടെ ക്ലാൻസ് തുടങ്ങേണ്ടി വരും. ഗെയിം പ്ലേ ഫീച്ചേഴ്സിൽ എന്തൊക്കെ ചേഞ്ചസും എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ഇതുവരെ കളിക്കാൻ കിട്ടിയിട്ടില്ല. സോ മെയിൻ ചേഞ്ചസ് എന്ന് പറയുകയാണെങ്കിൽ റെഡ് ഡാമേജ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയില്ല. സോ കൊറിയനിൽ ഉണ്ടായിരുന്നില്ല, കൊറിയനിൽ ഓൺലി ഗ്രീൻ ആയിരുന്നു. ആ സെയിം പരിപാടിയാണ്. ഗ്ലോബലിൽ ഇപ്പോഴും റെഡ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമുക്കിവിടെ റെഡ് സെലക്ട് ചെയ്യാൻ കഴിയില്ല. 2 ഗ്രീൻ ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഒരു യെല്ലോ ഉണ്ട്. അതേ ഉള്ളൂ, വേറെ ഓപ്ഷൻസ് ഇല്ല. പിന്നെ കിൽഡ് എന്ന് കാണിക്കുന്നില്ല, ഫിനിഷ്ഡ് എന്നാണ് കാണിക്കുന്നത്. കിൽഡ് എന്നല്ല പണ്ട് കാണിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം കിൽഡ് അല്ല ഫിനിഷ്ഡ് എന്നാണ് കാണിക്കുന്നത്. പിന്നെ സെർവർ സെലക്ട് ചെയ്യാൻ കഴിയില്ല. താഴെ ബോട്ടം ലെഫ്റ്റിൽ ഇന്ത്യ എന്ന് കാണിക്കുന്നത്. സോ ഇന്ത്യൻ സെർവറിലാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. BGMI വഴി കണക്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ സെർവറിലേക്കാണ് കണക്ട് ആവുന്നത്. സോ ഇന്ത്യൻ സെർവർ, സോ ഏഷ്യ, നോർത്ത് അമേരിക്ക, KRGP അങ്ങനെ ഒന്നുമില്ല, ഇന്ത്യ മാത്രമേ ഉള്ളൂ. സോ ഇത് ഇനി ഏർലി ആക്സസ് പീരീഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ നമുക്ക് എന്തായാലും തൽക്കാലം വേറെ സെർവേഴ്സ് ഒന്നും കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ക്ലിയർ ഡൗൺലോഡ് ലിങ്ക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുവഴി ഒരുപാട് പേര് ഡൗൺലോഡ് ചെയ്തു, കളിച്ചു. പക്ഷേ ചിലർക്കൊക്കെ പാർസിംഗ് എറർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പാർസിംഗ് എറർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ നോക്കണം. നിങ്ങളുടെ ആൻഡ്രോയിഡ് വെർഷൻ 10ൻ്റെ താഴെയാണോ, 8 or 9, ആൻഡ്രോയിഡ് 8, ആൻഡ്രോയിഡ് 9 ആണെങ്കിൽ ചാൻസസ് ആയിരിക്കും നിങ്ങൾക്ക് മിക്കവാറും പാർസിംഗ് എറർ വരും. കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പം സർക്കുലേറ്റ് ആവുന്ന ഈ APK ആൻഡ്രോയിഡ് 10, 11 മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നീട് പ്ലേ സ്റ്റോറിൽ പെർമനൻ്റ്ലി വരുമ്പം എല്ലാവരും കളിക്കാൻ പറ്റും, നോ ഇഷ്യൂസ്. കാരണം ഗെയിമിൻ്റെ അബൌട്ട് സെക്ഷൻ കാണിക്കുന്നുണ്ട് ആൻഡ്രോയിഡ് 5.1.1 മുതൽ മേളിലുള്ള എല്ലാവരും കളിക്കാൻ പറ്റും. സോ ആ റെസ്ട്രിക്ഷൻ വരത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു APKൻ്റെ റെസ്ട്രിക്ഷനാണ്. ഈ APK ആൻഡ്രോയിഡ് 10, ആൻഡ്രോയിഡ് 11 മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇനി നിങ്ങളുടെ ആൻഡ്രോയിഡ് 10 ആയിട്ടും നിങ്ങൾക്ക് പാർസിംഗ് എറർ വരുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. ഒരുപാട് പേർക്ക് റീസ്റ്റാർട്ട് ചെയ്തിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഷ്യൂറിറ്റി ഇല്ല. നെക്സ്റ്റ് ഡൗട്ടാണ് ലോഞ്ച് ഡേറ്റിനെ കുറിച്ചുള്ള ഡൗട്ട്. എന്നാണ് ശരിക്കും ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത്, എന്നാണ് ഇത് ഓപ്പൺ ഡൗൺലോഡിന് വേണ്ടി വരുന്നത്? കാരണം നോർമലി ഈ ഫോണുകൾ ഫ്ലാഷ് സെയിൽ വരുന്ന പോലെയാണ് ഇപ്പം BGMI വന്നിരിക്കുന്നത്, എല്ലാവരും കിട്ടുന്നില്ല. ഇപ്പോഴത്തെ ഒരു പീരീഡ് 1 മാസം ഏർലി ആക്സസ് പീരീഡ് ആണ്. ആ ഒരു ഗെയിമിൻ്റെ താഴെ ലെഫ്റ്റ് സൈഡിൽ ക്ലിയർലി എഴുതിയിട്ടുണ്ട് 17th of June to 18th of July ആണ് ഏർലി ആക്സസ് പീരീഡ്. സോ ഇത് ബേസിക്കലി ഏർലി ആക്സസ് ആണ് എന്ന് പറയുകയാണെങ്കിൽ
പ്രീ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. അതാണ് വന്നിരിക്കുന്നത്. അതും എല്ലാവരും കിട്ടത്തില്ല, പക്ഷേ പതുക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ മിനിങ്ങാന്നെങ്ങാണ്ട് പ്രീ രജിസ്റ്റർ ചെയ്ത നമ്മുടെ സാംസങ് ഫോണിൽ ഇന്ന് എനിക്ക് കിട്ടി, ഒരു പ്ലേ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിൽ ആൻഡ്രോയിഡ് 10 ആണ്. സോ നിങ്ങൾ പ്രീ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിയാൽ മതി. ചിലപ്പോൾ അവർ പെട്ടെന്ന് ആ പ്ലേ ബട്ടൺ കാണാൻ കഴിയും. അതായത് ഓട്ടോ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓട്ടോ ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കണം, എന്നിട്ട് വെയിറ്റ് ചെയ്യുക, ആ പ്ലേ ബട്ടൺ വരും. ഓക്കെ, ആൻഡ്രോയിഡ് 10 ആൻഡ്രോയിഡ് 11 ആണെങ്കിൽ മിക്കവാറും ആ ഒരു പ്ലേ ബട്ടൺ വരും. അടുത്ത ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, എന്നാണ് ഈ ഒരു ഗെയിം iOS-ൽ വരാൻ പോകുന്നത്? ഞാനും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് സ്ട്രീമേഴ്സ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് ഇത് iOS-ൽ വരാൻ പോകുന്നത്? അതിനെക്കുറിച്ച് ഒന്നും ഒഫീഷ്യലി അൺഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടില്ല. മിക്കവാറും ജൂലൈ 18th ആയിരിക്കും അല്ലേ? കാരണം ഇതിൻ്റെ ഒരു ഏർലി ആക്സസ് പീരീഡ് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ iOS-ൽ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതായിരുന്നു BGMI കുറിച്ചുള്ള ഡൗട്ട് ക്ലിയറൻസ് വീഡിയോ. സോ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ, ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.